എനിക്ക് അത് മാത്രമേ അതിനെപ്പറ്റി പറയാം. നീക്കത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇതിന്റെ ആ ഒരു പ്രതികരണം? അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. കേരള പോലീസിൻ്റെ സഹായം തേടിയിട്ടില്ല. അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താ BJP വിരുദ്ധ നേതാക്കളെ അറ്റാക്ക് ചെയ്യുന്ന സമീപനം ദേശവ്യാപകമായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിൽ അല്ല, ഇവിടെ ഇപ്പം ഇത് ഒരു സ്ഥിരം പല്ലവിയാണ്. കോൺഗ്രസും BJPയും ചേർന്ന് ആ സ്ഥിരം പല്ലവിയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അത്തരം ഏർപ്പാടുകൾ വേണ്ട. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPM എന്താണെന്നും എല്ലാവർക്കും അറിയാം. അത് വേണ്ട. അത് ഒരു കടന്ന കൈയാണ്. അത്തരം പ്രചരണങ്ങളൊക്കെ ഒരു കടന്ന കൈയാണ്. കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പോഴെന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവരാണ് കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നത്? എവർക്ക് തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. CPMഉം BJPയും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. ഇപ്പോൾ ആ ബന്ധം എങ്ങനെ പൊളിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജനങ്ങളോട് പറയുന്നത്. ഞാൻ എവര് പറഞ്ഞിട്ട് പറയാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കുറച്ച് സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞു റിപ്പോർട്ട് DGP സർക്കാരിന് നൽകിയതായിട്ട്. റിപ്പോർട്ട് ഇപ്പോഴേ കൊടുത്തതല്ല, 6 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ആ റിപ്പോർട്ടിൽ നടപടികൾക്ക് സ്വീകരിക്കേണ്ട അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. അപ്പം രാവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനുമായി സംസാരിച്ചു. അവരാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ പരിശോധന സംബന്ധിച്ച് ഏതെങ്കിലും വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഡീൽ ആരോപണമാണ് നടക്കുന്നത്. അതായത് BJPയും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ നടപടികൾക്ക് പിന്നിൽ എന്നുള്ളതാണ്. ഈ ധാരണകൾ ഉണ്ടായിരുന്നത് CPIഎമ്മും BJPയും തമ്മിൽ ആണ് എന്നതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണമായി പുറത്തുവരുന്നത്. ഇപ്പോൾ ഇതാ MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി, CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി, മാധ്യമങ്ങളോട് സംസാരിക്കുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക കെട്ടിടത്തിലും തിരുവനന്തപുരത്ത് സ്വന്തം വീട് പിണറായിയിൽ, അതുപോലെ തന്നെ റിയാസിൻ്റെ ഉപ്പയും ഉമ്മയും താമസിക്കുന്ന വീടുൾപ്പെടെ റെയ്ഡ് നടന്നു എന്ന വാർത്തയാണ് രാവിലെ മുതൽ വന്നത്. തികച്ചും രാഷ്ട്രീയ പകപോക്കൽ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കാര്യം ഇപ്പോഴ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി കടുത്ത രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തുന്ന രീതിയാണ് ഇന്ത്യയിലുടനീളം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ യഥാർത്ഥത്തിൽ ഇവർ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1% പോലും ഈ എടുക്കുന്ന കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നും കൂട്ടിലടച്ച തത്തയെപ്പോലെയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നും ഉൾപ്പെടെയുള്ള നിരവധി പരാമർശങ്ങൾ കേന്ദ്ര ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് കേരളത്തിൽ ഇപ്പോഴും അരങ്ങേറിയിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവും CPIഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായിക്കെതിരായി രാഷ്ട്രീയ ആയുധമാക്കിയതിനെ ഉപയോഗിച്ച് കടന്നാക്രമിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം എന്ന് എല്ലാവർക്കും അറിയാം. പിണറായിയെയും പിണറായി പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.